യോഗ പ്രോത്സാഹിപ്പിക്കുന്നത് മനസ്സിനെ ശൂന്യമാക്കുക, ഉള്ളിലെ ആ വെളിച്ചത്തെ നാം കണ്ടെത്തുക. അങ്ങനെ നമ്മളും പ്രപഞ്ചവുമായിട്ടൊക്കെയുള്ള ആ ഒരു ഹാർമണി, ആ ഒരു ഒരുമ നാം മനസ്സിലാക്കുക. പക്ഷെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കുകയല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. റോമർ 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മുടെ മനസ്സുകളെയൊക്കെ പുതുക്കും. വേറാസ് യോഗ പ്രോത്സാഹിപ്പിക്കുന്നതോ ഇറ്റ്സ് എ പാത്ത് ഓഫ് എൻലൈറ്റൻമെൻറ്റ്, സ്വയമേ ജ്ഞാനോദയത്തിലേക്ക് വരിക എന്ന കാര്യമാണ് യോഗ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു വഴി ചെന്നെത്തുന്നത് സത്യദൈവത്തിങ്കിലേക്കല്ല. യോഗയിൽ വെളിച്ചം കാണുക എന്ന് പറഞ്ഞാൽ എന്തോ ഉള്ളിലെ ഒരു വെളിച്ചമൊക്കെ കണ്ടെത്തുക, അത് ഈ ധ്യാനത്തിലൂടെയൊക്കെ കണ്ടെത്തുക. അതിനെ ഈ സ്പിരിച്വൽ അവേക്കനിങ് ആൻഡ് ഹയർ കോൺഷ്യസ്നെസ്, ഏതോ ഒരു ഉന്നത തലത്തിലുള്ള ഒരു ജ്ഞാനവും ഒക്കെ വെച്ച് അത് കണക്ട് ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് അക്ഷരാർത്ഥത്തിലുള്ളൊരു വെളിച്ചമൊന്നുമല്ല. പക്ഷേ ആ ഒരു എൻലൈറ്റൻമെൻറ്റ്, ആ ജ്ഞാനോദയത്തിൻ്റെയൊക്കെ ഒരു പ്രതീകാത്മകമായ ഒരു സിംബോളിക്കായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ് എന്നാണ് അവർ പറയുന്നത്. ബൈബിൾ ക്ലിയറായിട്ട് പറയുന്നു, പിശാച് തന്നെ വെളിച്ചദൂതൻ്റെ വേഷമെടുത്തു വരും. 2 കൊരിന്ത്യർ 11:14-15 അതൊരു ശക്തമായിട്ടുള്ളൊരു വാർണിംഗ് ആണ്. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. യോഗയിലെ വെളിച്ചത്തിൻ്റെ ആ ഒരു അപകടമൊക്കെ ഈ വാക്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? ആൻഡ് നോ വണ്ടർ പിശാച് വെളിച്ചദൂതൻ്റെ വേഷമെടുത്ത് പല വേഷങ്ങളിൽ നമ്മുടെയൊക്കെ മുമ്പാകെ വരുവാനൊക്കെ നോക്കും, നമ്മളെ ട്രാപ്പ് ചെയ്യുവാൻ നോക്കും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യോഗ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർ ഫീറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്, വ്യാജമായിട്ടുള്ള ഒരു ആത്മീക അനുഭവമാണ്. അവർ കരുതുമായിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെയൊക്കെ പ്രവൃത്തിയാണെന്നുള്ളത്. അല്ല, യോഗയിൽ വ്യാപരിക്കുന്നത് പൈശാചിക ശക്തികളാണ്.